നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത്, യാദൃശികമായാണ് നിങ്ങൾ ഈ വായന കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതറിഞ്ഞിരിക്കണം. ഈ വ്യക്തി മനഃപൂർവ്വം നിങ്ങളോട് മിണ്ടാതിരിക്കുന്നതാണോ? നിലവിലെ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വായനയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖമോ അവരുടെ പേരോ മനസ്സിൽ വിചാരിച്ചുകൊണ്ടോ മന്ത്രിച്ചുകൊണ്ടോ ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോട് മനഃപൂർവ്വം മിണ്ടാതിരിക്കുന്നതാണോ അല്ലയോ? അതുപോലെ നിലവിലെ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ്? തീർച്ചയായിട്ടും ഈ വ്യക്തിയുമായി നിങ്ങൾ നല്ല രീതിയിൽ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ അകലത്തിലാണ് കഴിയുന്നത്. അത് ഭാര്യ ഭർത്തൃ ബന്ധമായിക്കോട്ടെ, കാമുകി കാമുകന്മാരായിക്കോട്ടെ, മറ്റേത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വളരെയധികം അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പറഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ ഒത്തുതീർപ്പാക്കാനോ നിങ്ങൾ രണ്ടുപേരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കുറച്ചും കൂടെ താല്പര്യമുണ്ട്, പറഞ്ഞ് ഒത്തുതീർപ്പാക്കണം, പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സ് അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തി വളരെയധികം ധാർഷ്ട്യവും കുറച്ച് അഹങ്കാരവും ഒക്കെയുള്ള പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ നിന്നും നിങ്ങൾക്ക് വിഷമങ്ങളും ഇഷ്ടക്കേടുകളുമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തു കാര്യവും വളരെയധികം അമിതമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ. ദേഷ്യപ്പെടുകയാണെങ്കിൽ അമിതമായി ദേഷ്യപ്പെടുക, സ്നേഹിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്നേഹിക്കുക, അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും എല്ലാത്തിൻ്റെയും അങ്ങേയറ്റം ചെയ്യുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു പേഴ്സണായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ ഈ വ്യക്തി ഒരിക്കലും ദുഃഖത്തിലോ അല്ലെങ്കിൽ സന്തോഷത്തിലോ അല്ല, ഒരു ബാലൻസിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ വ്യക്തിക്ക് ഒരിക്കലും ഞാൻ കുറ്റക്കാരനല്ല അല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരിയല്ല എന്ന് ആരുടെയും മുഖത്തു നോക്കി ചങ്കുറപ്പോടു കൂടി പറയുവാൻ സാധിക്കില്ല. കാരണം അത് പറയാൻ സാധിക്കാത്തത് നിങ്ങളോട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ തേർഡ് പാർട്ടി അവസ്ഥകൾ വന്നിട്ടുണ്ടാകാം. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ മൂന്നാമതൊരു വ്യക്തി ദുശകുനം പോലെ വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ചില സന്ദർഭങ്ങളിൽ ഈ വ്യക്തിയുടേതായിട്ടുള്ള രീതിയിൽ പോയിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും ഇത് മറ്റുള്ള വ്യക്തികൾക്കും അറിയാൻ പറ്റുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും സ്നേഹബന്ധത്തിൽ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതെല്ലാം അറിയാവുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം വരെ എത്തിയതായിരിക്കാം. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പ്രണയബന്ധമായിരുന്നു അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതമായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടേതും. പക്ഷെ എന്തുകൊണ്ടോ ഈ വ്യക്തിക്ക് ഏതോ ഒരു സമയത്ത് ഒരുപക്ഷെ നിങ്ങളെക്കാൾ നല്ല വ്യക്തിയെ വേറെ ലഭിക്കും, അല്ലെങ്കിൽ ഈ വ്യക്തി എന്തോ വലിയ സംഭവമാണ് എന്നുള്ള ചിന്ത, ഒരു അഹങ്കാര ചിന്ത ഈ വ്യക്തിക്ക് വരികയും അതിലൂടെ ഈ വ്യക്തിക്ക് പല രീതിയിലുള്ള തെറ്റായ പ്രവർത്തികൾ ഈ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ ഈ വ്യക്തിയിൽ നിന്നും ഉണ്ടായി എന്നാണ് കാണിക്കുന്നത്. ഇത് തീർത്തും ഈ വ്യക്തിക്ക് പല തെറ്റുകളിലേക്കും നയിക്കാനുള്ള അല്ലെങ്കിൽ പല തെറ്റ് വഴികളിലേക്കും പോകാനുള്ള ഒരവസരമാവുകയും ഒരുപക്ഷെ ഈ വ്യക്തിയെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുവാൻ മറ്റുള്ളവർ ഉണ്ടാവുകയും ചെയ്തതായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, സന്തോഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിയാണ് കുറ്റക്കാരൻ.
അല്ലെങ്കിൽ ഈ വ്യക്തിയാണ് കുറ്റക്കാരി, ഈ ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ ഈ ഒരു ദാമ്പത്യ ജീവിതം ഇങ്ങനെ അവസാനിക്കാൻ കാരണം ഈ വ്യക്തി തന്നെയാണ് എന്നുള്ള ചിന്ത ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് നിങ്ങളുമായിട്ട് വാക്കുതർക്കത്തിനോ മറ്റ് സംസാരങ്ങളിലോ ഈ വ്യക്തി വരുന്നില്ല. എന്തിന്? നിങ്ങളുടെ മുഖത്ത് നേരെ നോക്കാൻ പോലും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എല്ലാവിധത്തിലുള്ള ന്യായവും നിങ്ങളുടെ ഭാഗത്താണ്. അത് തീർത്തും ഈ വ്യക്തിക്ക് അറിയാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആളുകളുണ്ട്. അത് കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോ ആയിരിക്കാം. ഈ വ്യക്തി അധിക സമയവും ഈ വ്യക്തിയുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളിൽ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതായി കാണിക്കുന്നുണ്ട്. അത് തീർത്തും ഈ വ്യക്തിക്ക് മറ്റാരെയും ഫേസ് ചെയ്യാനുള്ള മടിയുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഈ വ്യക്തി എന്താ വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ വ്യക്തിക്ക് ഈ വ്യക്തി മാത്രമേ ഉള്ളൂ, ഈ വ്യക്തി ഒറ്റക്കായി. പക്ഷെ അത് ഈ പേഴ്സന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ല. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ എല്ലാവരും എന്നെ കുറ്റക്കാരനാക്കി, കുറ്റക്കാരിയാക്കി, ഞാൻ ഒറ്റപ്പെട്ടു, അല്ലെങ്കിൽ എല്ലാവരും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നെ പ്രോത്സാഹിപ്പിക്കാനോ എൻ്റെ ഭാഗത്ത് ന്യായീകരിക്കാനോ ആരുമില്ല. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ മാതാപിതാക്കൾ പോലും നിങ്ങളുടെ ഭാഗത്തായിരിക്കാം. അത്രയും ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത്. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയും നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ടോ, ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെയും നോക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഈ വ്യക്തി തേടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ വ്യക്തി സദാസമയത്തും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ വേണം എന്നുള്ള ചിന്തയാണ് മനസ്സിൽ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ ദൈവത്തെ പോലും വിളിക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ. നിരീശ്വരവാദിയായിരിക്കാം, അല്ലെങ്കിൽ ഇതിലൊന്നും വിശ്വസിക്കാത്ത വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ എല്ലാത്തിനേക്കാൾ മുകളിലാണ് ഞാൻ എന്നുള്ള അഹങ്കാരത്തോടു കൂടി നടന്നിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം വളരെ വലുതാണ്. കാരണം താഴ്മയും ക്ഷമയും ഭക്തിയും ഭയവും എല്ലാം ഈ വ്യക്തിക്ക് വന്നിരിക്കുന്നു. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലൂടെയോ ദാമ്പത്യ ജീവിതത്തിലൂടെയോ ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ കുറ്റം സ്വയം സമ്മതിക്കാനെങ്കിലും ഈ വ്യക്തി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഒരു അവസരം നിങ്ങളുമായിട്ട് ഈ വ്യക്തിക്ക് കിട്ടുന്നില്ല. ഇതിനു മുമ്പ് ഒരുപാട് അവസരങ്ങൾ നിങ്ങളായിട്ട് ഈ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഈ വ്യക്തി അഹങ്കാരം കൊണ്ടും താല്പര്യമില്ലായ്മ കൊണ്ടും മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങളെ നല്ല രീതിയിൽ അവഗണിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഈ വ്യക്തി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി വാനോളം പുകഴ്ത്തിയിരുന്ന ഒരുപാട് കൂട്ടുകാര് ഈ വ്യക്തിക്കുണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും ഇന്ന് ഈ വ്യക്തിയുടെ ശത്രുക്കളാണ്, അല്ലെങ്കിൽ അവരെല്ലാവരും ഈ വ്യക്തിയുടെ നാശത്തിന് വേണ്ടിയാണ് ആഗ്രഹിച്ചിരുന്നത് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അതിനാൽ പലവരുമായി ഈ വ്യക്തി ഇപ്പോൾ സൗഹൃദത്തിലല്ല, സൗഹൃദം അവസാനിപ്പിച്ചതായിട്ടാണ് കാണപ്പെടുന്നത്. എന്തായാലും നിങ്ങളുടെ പ്രണയബന്ധത്തെക്കുറിച്ച് ഒരുപാട് വ്യക്തികൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശമാണ്. അത് ജോലി സ്ഥലങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധം അറിയാവുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കണം. ഒരുപാട് വ്യക്തികൾ ഇതിനെക്കുറിച്ച്, ഇതിന്റെ സത്യാവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ, ഇങ്ങനെ ആകാനുള്ള കാരണങ്ങൾ, തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവരെക്കുറിച്ചും എല്ലാം എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാണക്കേടായിട്ടും ഈ വ്യക്തിക്ക് തോന്നിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.